വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട് തുടങ്ങിയ ജില്ലകളില് 2024 നടന്ന LGS ക്വസ്റ്റ്യൻ പേപ്പറില് പ്രധാനമായിട്ടും ചോദിച്ചിട്ടുള്ള സയൻസ് ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ സയൻസും GKയും കൂടെ ഒരുപോലെ ഒരു ക്ലാസ്സിൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കുറച്ചധികം ചോദ്യങ്ങളാവുമ്പോൾ പല കുട്ടികൾക്കും അത് എന്താ പറയാ, ഇത്രയും കുറച്ച് ചിലപ്പോൾ വീഡിയോ കുറച്ച് ലെങ്ത് കൂടും, അനുബന്ധ കാര്യങ്ങളൊക്കെ പറയുമ്പോഴേ അപ്പൊ അത് ഇത്തിരി ബുദ്ധിമുട്ടാവാതിരിക്കാനായിട്ട് 2 ദിവസങ്ങളിലായിട്ടാണ് ഇപ്പൊ ടീച്ചർ ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്യുന്നത്. ഒന്ന് GK പോർഷൻസ് മാത്രമായിട്ടും അടുത്ത സയൻസ് മാത്രമായിട്ടും. അപ്പൊ നോക്കൂ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? 58ാമത്തെ ക്വസ്റ്റ്യൻ ഏതാ ചോദിച്ചിരിക്കണേ? 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ഏത് രോഗത്തിനെതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയതിനാണ്? എന്തിനാണ്? കോവിഡിനെതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയതിനാണ്. ഇപ്പൊ 2023 നോബൽ പ്രൈസ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പൊ നമ്മൾ പറയില്ല. ഇപ്പൊ 2026 നോബൽ പ്രൈസ് 24-ലും 25-ലും ഡീറ്റെയിൽഡ് ആയിട്ട് ടീച്ചർ വീഡിയോ ഇട്ടുണ്ട്, അത് കണ്ടു നോക്കാം. അടുത്ത ചോദ്യം ശ്രദ്ധിക്കൂ. നിപ്പ രോഗത്തിന് കാരണമായ രോഗാണു ഏതാണ്? ഏതാണ്? അതായത് വൈറസ് ആണ്. നിപ്പ രോഗത്തിന് കാരണമായിട്ടുള്ള രോഗാണു ഏതാണ്? വൈറസ് ആണ്. നിപ്പ വൈറസ് എന്ന് നമ്മൾ വിളിക്കും അല്ലെ. അതിനെ ചുരുക്കി നമുക്ക് വേണമെങ്കിൽ നിപ്പ വൈറസിനെ ചുരുക്കി ഇങ്ങനെ എഴുതാം കേട്ടോ, NIV ഇങ്ങനെ എഴുതാം. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ്? V ക്യാപിറ്റൽ ആണ്, നിപ്പ വൈറസ് ആണ് എന്ന് മനസ്സിലാക്കുക. പനി, അതുപോലെ തലവേദന, പേശിവേദന, ചുമ, ഛർദി എന്നിവയാണ് ഇതിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കുക. രോഗം കൂടുമ്പോൾ എന്താണ്? അപസ്മാരം, ബോധക്ഷയം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വവ്വാലുകളുടെ ഉമിനീര്, മൂത്രം എന്നിവയിലൂടെയും അവ ഭക്ഷിച്ച പഴങ്ങളുടെയും അവശിഷ്ടങ്ങളുടെയും നിന്നും അതുപോലെ തന്നെ പന്നികൾ വഴിയും നിപ്പ വൈറസ് മനുഷ്യരിൽ എത്തിച്ചേരുന്നു എന്ന് ഓർത്തുവയ്ക്കാം. അടുത്ത ചോദ്യം നോക്കൂ. ധവളപ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസത്തിന് എന്ത് പേരിട്ട് വിളിക്കുന്നു? എന്താണ് അതിന്റെ പേര്? ധവളപ്രകാശം ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസത്തെ നമ്മൾ പ്രകീർണനം എന്നാണ് വിളിക്കുന്നത്. ധവളപ്രകാശം ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസത്തെ വിളിക്കുന്ന പേര് എന്താണ്? പ്രകീർണനം എന്നാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മള് അതായത് എന്താണ് പ്രകീർണനം, അപവർത്തനം, അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ പഠിക്കാറുണ്ട് അല്ലേ. അതായത് ധവളപ്രകാശത്തിൻ്റെതായിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വച്ചിട്ടുള്ളതാണ് മുമ്പ്. അപ്പൊ ധവളപ്രകാശം അതിന്റെ വിവിധ വർണ്ണങ്ങളായിട്ട് മാറുന്ന ആ പ്രോസസ്സിന് നമ്മൾ വിളിക്കുന്ന പേര് എന്താണ്? പ്രകീർണനം എന്നാണെന്ന് ഓർക്കാം. ഉറുമ്പ് കടിക്കുമ്പോൾ വേദന തോന്നുന്നത് അവ നമ്മുടെ ശരീരത്തിൽ കുത്തിവെക്കുന്ന ഒരു ആസിഡ് മൂലമാണ്. ഏത് ആസിഡ് ആണെന്ന് നോക്കൂ. ഫോർമിക് ആസിഡ് ആണ് മക്കളെ. ഏതാണ് ആസിഡ്? ഫോർമിക് ആസിഡ് ആണ്. ഏതാണ്? ഫോർമിക് ആസിഡ് ആണ് എന്ന് മനസ്സിലാക്കാട്ടോ, വളരെ പ്രധാനമാണ്. അപ്പോ നാരങ്ങയിൽ ഇവിടെ സിട്രിക് ആസിഡ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നാരങ്ങ, അതുപോലെ തന്നെ ഓറഞ്ച്, അതുപോലെ തന്നെ പാഷൻ ഫ്രൂട്ട്, അതിലൊക്കെ കാണപ്പെടുന്നത് ഏത് ആസിഡാണ്? സിട്രിക് ആസിഡ് ആണ് എന്ന് ഓർക്കണം. ഏത് ആസിഡാണ്? സിട്രിക് ആസിഡ്. ഏതിലൊക്കെയാണ്? നാരങ്ങ, ഓറഞ്ച്, പാഷൻ ഫ്രൂട്ട്. നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്നത് ആണെങ്കിലോ എന്താണ്? അസ്കോർബിക് ആസിഡ്. അതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. നെല്ലിക്കയിൽ എന്താണ്? അസ്കോർബിക് ആസിഡ് ആണ് അടങ്ങിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക നെല്ലിക്കയിൽ കേട്ടോ. അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് പുളി, അതുപോലെ മുന്തിരി, അതിലൊക്കെ അടങ്ങിയിരിക്കുന്നത് ടാർട്ടാറിക് ആസിഡ് ആണ്. പുളി, മുന്തിരി എന്താണ്? ടാർട്ടാറിക് ആസിഡ് ആണ്. ഇനി അടുത്തത് നോക്കിയേ. ആപ്പിളില് മാലിക് ആസിഡ് ആണ്. ആപ്പിള് മാലിക് ആസിഡ് ആണ്. തക്കാളി ചോദിക്കാറുണ്ട്. തക്കാളിയിൽ ഓക്സാലിക് ആസിഡ് ആണ്. ഇനി ഫോമിക് ആസിഡ് ഉറുമ്പ് കടിക്കുമ്പോൾ മാത്രല്ല, ഉറുമ്പ്, കടന്നല്, തേനീച്ച തുടങ്ങിയവ കടിക്കുമ്പോഴും എന്തിനെയാണ്? ഏത് ആസിഡ് തന്നെയാണ്? ഫോമിക് ആസിഡ് തന്നെയാണ് എന്ന് ഓർത്തു വെക്കണം കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ തൈരിലാ ചോദിക്കണേ വെച്ചാൽ നമ്മള് ലാക്റ്റിക് ആസിഡ് ആണ് പറയാ. തൈരിലേതാണ്? ലാക്റ്റിക് ആസിഡ്. വിനാഗിരി ചോദിച്ചിട്ടുണ്ട്. വിനാഗിരിയിലാണ് അസറ്റിക് ആസിഡ്. ഓപ്ഷൻ കണ്ടില്ലേ? അസറ്റിക് ആസിഡ്. ഇനി അടുത്ത ചോദ്യം. താപം സംപ്രേഷണം ചെയ്യപ്പെടുന്ന രീതികളിൽ പെടാത്തത് ഏത്? കഴിഞ്ഞ ദിവസം സയൻസ് ക്വസ്റ്റ്യനില് ഇതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറയുകയും ചെയ്യേണ്ടായി. താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതികൾ ഏതൊക്കെയാണ്
ഏതൊക്കെയാണെന്ന് പഠിച്ചുണ്ടായി. പെടാത്തത്, താപം പ്രേഷണം ചെയ്യുന്ന രീതികളിൽ പെടാത്തത് ഏതാണ്? വിസരണമാണ്. ചാലനം, സംവഹനം, വികിരണം തുടങ്ങിയവ താപം പ്രേഷണം ചെയ്യുന്ന രീതികളാണ് എന്ന് ഓർത്തു വെച്ചോളോ. താഴെ തന്നിരിക്കുന്നവയിൽ പിച്ചളയുടെ ഘടകമായി വരുന്ന ലോഹം ഏതാണ്? സിങ്കാണ്. ഇനി സിങ്കില് പിച്ചള മാത്രമേ ഉള്ളോ? അല്ല. എന്താണ്? ചെമ്പിന്റെയും പിച്ചളയുടെയും അല്ലെ, ചെമ്പിന്റെയും പിച്ചളയുടെയും അലോഡാണ് അല്ലെ. എന്താണ്? നമ്മുടെ ചെമ്പു മാത്രല്ല, അതുപോലെ തന്നെ ചെമ്പുണ്ട്, സിങ്കുണ്ട്. ഏതാ? പിച്ചളയില് അല്ലെ. ചെമ്പുണ്ട്, അതുപോലെ തന്നെ സിങ്കുണ്ട്. ചെമ്പിന്റെയും സിങ്കിന്റെയും അലോയാണ്. ചെമ്പിന്റെയും സിങ്കിന്റെയും അലോയ് ഏത് എന്ന് ചോദിക്കുമ്പോ നമ്മൾ ഏതാ പറയാ? പിച്ചളയാ പറയാ. കോപ്പറും സിങ്കും ചേർന്നതാണ് പിച്ചള. അപ്പൊ ഓടാണെങ്കിലോ കോപ്പറും ടിന്നും ചേർന്നതാണ്. ഓടേതാണ്? കോപ്പറും ടിന്നും ചേർന്നതാണ്. ഏത്? ഓട് എന്ന് മനസ്സിലാക്കാം. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഓടും അതുപോലെ തന്നെ പിച്ചളയും. പിന്നെ ചോദിക്കാറുള്ളത് നാണയ സിൽവർ ആണ്, കോയിൻ സിൽവർ. അതെന്താണ്? കോപ്പറും സിൽവറുമാണ്. നാണയ സിൽവർ കോപ്പറും സിൽവറുമാണ്. അടുത്തത് ചോദിച്ചിട്ടുള്ളത് സിലുമിൻ എന്നതാണ്. അത് സിലിക്കണും അലുമിനിയവും ചേർന്നതാണ് സിലിക്കനും അലുമിനിയവും ചേർന്നാൽ സിലുമിൻ. അടുത്തത് ഇലക്ട്രം, ഗോൾഡും സിൽവറും ചേർന്നതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഇലക്ട്രം. ഗോൾഡും സിൽവറും ചേർന്നതിനെ ഇലക്ട്രം എന്ന് വിളിക്കുന്നു. അതുപോലെ ഗൺമെറ്റൽ കോപ്പർ, ടിങ്ക്, സിൻ എന്നിവ ചേർന്നതാണ്. കോപ്പർ സിങ്ക് അല്ലെ, ടിൻ എന്നിവ ചേർന്നതാണ്. കോപ്പർ സിങ്ക് ടിൻ എന്നിവ ചേർന്നതാണ് ഗൺമെറ്റൽ. അടുത്തത് പണ്ട് മരുഭൂമിയിലൂടെയും കടലിലൂടെയും സഞ്ചരിച്ചിരുന്ന ആളുകൾ ദിശ അറിയാൻ ഉപയോഗിച്ചിരുന്ന നക്ഷത്ര ഗണം ഏതാണ്? ഇത് പരീക്ഷയ്ക്ക് ഡിലീറ്റ് ചെയ്തതാണ്, PSC ഡിലീറ്റ് ചെയ്തതാണ്. അപ്പൊ നമ്മൾ ഇതില് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്ന സപ്തർഷികൾ അല്ലെ. എന്താ സപ്തർഷി എന്ന് ചോദിച്ചാൽ വേനൽക്കാലത്ത് രാത്രിയുടെ പ്രാരംഭത്തിൽ ആകാശത്ത് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട നക്ഷത്രങ്ങളെ നമ്മൾ സപ്തർഷികൾ എന്ന് വിളിക്കുന്നു. സപ്തർഷികൾ എന്ന് വിളിക്കുന്നു കേട്ടോ. ദൂരദർശിനിയുടെ സഹായമില്ലാതെ ഏപ്രിൽ മാസത്തിൽ വടക്കൻ ചക്രവാളത്തിൽ വ്യക്തമായി നിരീക്ഷിക്കാൻ കഴിയുന്ന നക്ഷത്ര ഗണമാണ് ഏതെന്ന് പറഞ്ഞ സപ്തർഷികൾ എന്ന് പറഞ്ഞാണ് മനസ്സിലാക്കാട്ടോ. ഇനി ശൈത്യകാലത്ത് സന്ധ്യയ്ക്ക് ശേഷം ആകാശത്ത് കാണപ്പെടുന്നതാണ് ഒറിയോൺ എന്ന് പറയുന്നത്. വേട്ടക്കാരൻ എന്നറിയപ്പെടുന്നത് നക്ഷത്ര ഗണമാണ് ഏത്? ഒറിയോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അടുത്തത് വടക്കൻ ആകാശത്ത് ശൈത്യകാലത്ത് സന്ധ്യാസമയത്ത് കാണപ്പെടുന്ന നക്ഷത്രമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ള കാശ്യപി എന്ന് പറയുന്നത്. അപ്പൊ വേട്ടക്കാരൻ അഥവാ ഒറിയൻ മനസ്സിലായി, സപ്തർഷി മനസ്സിലായി. ഇനി കാശ്യപി എന്താണ്? വടക്കൻ ആകാശത്ത് ശൈത്യകാലത്ത് സന്ധ്യാസമയത്ത് കാണപ്പെടുന്ന നക്ഷത്രമാണ് കാശ്യപി. അടുത്തത് വൃശ്ചികം അഥവാ തേളിന്റെ രൂപം. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ തലയ്ക്ക് മുകളിൽ നിന്ന് അല്പം മാത്രം തെക്കുമാറി കാണുന്ന ശോഭയുള്ള ഒരു കൂട്ടം നക്ഷത്രങ്ങളെ നമ്മൾ വൃശ്ചികം അഥവാ തേളിന്റെ രൂപം എന്ന് വിളിക്കുന്നു. ഓപ്ഷൻസ് ക്ലിയർ ആയില്ലോ? അപ്പൊ അത് ഡിലീറ്റ് ചെയ്തു, പക്ഷെ 4 ഓപ്ഷൻസ് ഞാൻ പറഞ്ഞതാണ്. ഇനി മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ? ലവോസിയെ. മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേര് എന്താ നമ്മൾ പറയേണ്ടത്? ലാവോസിയെ. അദ്ദേഹമാണ് മൂലകങ്ങളെ ആദ്യമായിട്ട് വർഗീകരിച്ചത് എന്ന് മനസ്സിലാക്കാം കേട്ടോ. ലാവോസിയുടെ വർഗീകരണത്തിന്റെ പരിമിതി ഉപലോഹങ്ങളെ ഉൾപ്പെടുത്താൻ കഴിയാത്തതായിരുന്നു.
ലോഹങ്ങളെ ഉൾപ്പെടുത്താൻ അതിൽ കഴിഞ്ഞില്ല. അപ്പൊ മൂലകങ്ങളെ ആറ്റോമിക മാസിന്റെ ക്രമത്തിൽ വിന്യസിച്ചു ആര്? ദിമിത്രി മെന്റലിയഫ് അല്ലെ. ദിമിത്രി മെന്റലിയഫ് എന്തിന്റെ മെന്റലിയഫ് ആറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിലും മോസ്റ്റ്ലി എങ്ങനെയാണ് ആറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിലും മൂലകങ്ങളുടെ വർഗീകരണത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? ലാവോസിയുമാണ് എന്ന് മനസ്സിലാക്കുക കേട്ടോ. ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ചോദ്യം എന്താണ്? അടുത്ത ചോദ്യം 66ാമത്തെ ചോദ്യം. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ഇന്ത്യയുടെ ചാന്ദ്രവാഹനം ഏതാണ്? എന്താണ്? ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ അല്ലെ, ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ എന്താ പറയുന്നത്? ഇന്ത്യയുടെ ചാന്ദ്രവാഹനം ഏത് എന്നാണ് ചോദിക്കുന്നത്. ഏതാണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലായിണ്ടോ? ഏതാ ഓപ്ഷൻ പറയാൻ പറ്റുമോ? ഞാൻ വിചാരിക്കണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ ആഗ്രഹം എന്താ വെച്ചാൽ നിങ്ങളെ കൊണ്ട് എന്താ ആൻസർ ഞാൻ ആൻസർ പറയാതെ ചെയ്യിപ്പിക്കണം എന്നാണ്. പക്ഷെ അത് ഇനിയിപ്പോ അത് പലർക്കും ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ടീച്ചർ അത് പറയാത്തത്. ചന്ദ്രയാൻ 3 ആണ് കേട്ടോ മക്കളെ. ഇന്ത്യയുടെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമാണ് ചാന്ദ്രയാൻ 3 അല്ലെ. ചാന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് 2008 ഒക്ടോബർ 22 അല്ലെ. 2008 ഒക്ടോബർ 22 ഇനി അടുത്തത് എന്താ പറയുന്നത്? ചന്ദ്രനിൽ പതാക പതിക്കുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. നമ്മളോട് ചോദിക്കാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇനി അപ്പോ ഇന്ത്യയുടെ ആദ്യ ചന്ദ്രദൗത്യം ചന്ദ്രയാൻ 1, 2ാമത്തെ ചന്ദ്രദൗത്യമാണ് ചന്ദ്രയാൻ 2 എന്ന് പറയുന്നത്. 3ാമത്തെ ചാന്ദ്രപരിവേഷണ ദൗത്യമാണ് ചന്ദ്രയാൻ 3. അപ്പൊ 1ാമത്തെ 2008 പറഞ്ഞു. 3ാമത്തെ നമ്മുടെ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 2023 ജൂലൈ 14 കേട്ടോ. ജൂലൈ 14 ഭ്രമണപഥത്തിൽ 2023 ഓഗസ്റ്റ് 5 ഭ്രമണപഥത്തിൽ എത്തി. അത് എന്താ പറയുന്നത്? വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് ഓഗസ്റ്റ് മാസം 23 ലാൻഡറിന്റെ പേര് വിക്രം എന്നാണ്, റോവറിന്റെ പേര് പ്രഗ്യാൻ എന്നാണ്. ഇത് പലപ്പോഴും നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളാണ്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലെത്തിയ ആദ്യത്തെ രാജ്യമാണ് ആരെന്ന് പറഞ്ഞ ഇന്ത്യ. ഇനി അടുത്തത് ചന്ദ്രയാൻ 1 സമയത്ത് എന്താ പറയാ ചന്ദ്രയാൻ 1 സമയത്ത് ISRO ചെയർമാൻ ഡോക്ടർ G മാധവൻ നായർ, ചന്ദ്രയാൻ 2 സമയത്ത് K ശിവൻ, ചന്ദ്രയാൻ 3 സമയത്ത് S സോമനാഥ്. ഇത് 3ഉം കൂടി ഒന്ന് ഓർത്തു വെച്ചോളൂ കേട്ടോ. ചേരുംപടി ചേർത്ത് എഴുതാനാ പറയണത്. ആദ്യത്തത് 1ാമത്തത് ഏതാണ്? ക്ഷയമാണ് കൊടുത്തിരിക്കുന്നത്. ക്ഷയം എന്താണ്? മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് അല്ലെ, ക്ഷയം. അടുത്തത് 2ാമത്തേത് ഏതാ കൊടുത്തിരിക്കണേ? 2ാമത്തത് എലിപ്പനിയാണ്, ലെപ്റ്റോസ്പെറ. 2ാമത്തത് എലിപ്പനി, ലെപ്റ്റോസ്പെറ. 3ാമത്തത് ഏതാ കൊടുത്തിരിക്കണേ? 3ാമത്തത് ഡെങ്കിപ്പനിയാണ്, ഡെങ്കിപ്പനി വൈറസ് ആണ്. 4ാമത്തത് ഏതാ കൊടുത്തിരിക്കണേ? മലമ്പനിയാണ്, പ്ലാസ്മോഡിയം ആണ്. ഏതാണ്? പ്ലാസ്മോഡിയം. അപ്പൊ ഇത്രയും കാര്യം ഒന്ന് ഓർത്തു വയ്ക്കുക. അടുത്തത് മന്ദരോഗം പരത്തുന്ന കൊതുക് ഏതാണ്? മന്ദരോഗം പരത്തുന്നത് ക്യൂലക്സ് കൊതുകാണ്. മന്ദരോഗം ഫൈലേറിയൻ വിരകള് ലിംഫ് വാഹികളിൽ തങ്ങി നിന്ന ലിംഫിന്റെ സാധാരണ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുമ്പോഴാണ് മന്ദരോഗം ഉണ്ടാകുന്നത്. രോഗാണുക്കളെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തിക്കുന്നത് ക്യൂലക്സ് പെൺകൊതുകാണ്. കൊതുക് കടിക്കുമ്പോൾ വിരകളുടെ ലാർവകൾ ശരീരത്തിൽ പ്രവേശിച്ച് വളരുകയും ലിംഫ് വാഹികളിൽ എത്തി അവിടെ തങ്ങി നിൽക്കുകയും ചെയ്യുന്നു. പ്രതിരോധിക്കാൻ എന്താ ചെയ്യേണ്ടേ നമ്മള്? കൊതുക് നിർമാർജനം, കൊതുക് കടി ഏൽക്കാതെ സൂക്ഷിക്കുക, ഇതൊക്കെയാണ് നമുക്ക് പറ്റുള്ളൂ അല്ലെ. മന്ത് ക്യൂലക്സ് പെൺകൊതുകാണ്. മലേറിയ അനോഫിലസ് പെൺകൊതുകാണ്. ഡെങ്കിപ്പനി, ചിക്കൻ കുനിയ എന്നിവ പരത്തുന്നത് ഈഡിസ് ഈജിപ്തിയാണ്. മഞ്ഞപ്പനി പരത്തുന്നതും ഈഡിസ് ഈജിപ്തിയാണ്. അതുപോലെ തന്നെ സിക്ക ഈഡിസ് ഈജിപ്തി പരത്തുന്നുണ്ട്. ജപ്പാൻ ജ്വരം രോഗാണു വാഹകരായ പലതരം കൊതുകുകളാണ് പരത്തുന്നത്. അതുപോലെ പ്ലേഗ് പരത്തുന്നത് ഏതാ? എലിച്ചെള്ളാണ്. ടൈഫസ് പരത്തുന്നത് പേനും ചെള്ളുമാണ് അല്ലെ. അതുപോലെ തന്നെ എന്താണ്?
എന്താ പറയാ ഈ ഓറിയന്റൽ സോർ എന്ന് പറയുന്നത് പരത്തുന്നത് സാൻഡ് ഫ്ലൈ ആണ്. സ്ലീപ്പിംഗ് സിക്നസ് പരത്തുന്നത് സെറ്റ്സേ ഫ്ലൈ ആണ്. ഏതാണ്? സെറ്റ്സേ ഫ്ലൈ. അടുത്തത് 69. താഴെ തന്നിരിക്കുന്നവയിൽ വായിൽ കൂടി പകരുന്ന രോഗം ഏതാണ്? വായിൽ കൂടി ഏതാ പകരാ? സോറി, വായുവിൽ കൂടി പകരുന്ന രോഗം. വായുവിൽ കൂടി പകരുന്ന രോഗം ഏതാണ്? മീസിൽസ് ആണ് കേട്ടോ. അത് നമ്മൾ വെള്ളത്തിൽ കൂടി വായിൽ കൂടി പകരുന്നൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം ഏതാണ്? ഇരുമ്പ്. ഇനിയിപ്പോ ടീച്ചർ പറയുന്നുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാ ക്വസ്റ്റ്യൻ പേപ്പർ പറയുമ്പോൾ ടീച്ചർ അനുബന്ധ വസ്തുക്കൾ മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ട്. 4 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പഠിച്ചില്ലേ, അപ്പൊ അതുകൊണ്ട് കാണാത്ത കുട്ടികൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു പഠിച്ചോളൂ കേട്ടോ. അപ്പോ രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് ആവശ്യമായത് ഇരുമ്പാണ്. രക്തത്തിലെ ചുവന്ന നിറം നൽകുന്ന, രക്തത്തിന് ചുവന്ന നിറം നൽകുന്ന വർണ്ണഘടകമാണ് ഏത്? നമ്മുടെ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ഹീമോഗ്ലോബിൻ സ്ഥിതി ചെയ്യുന്നത് ഏത് കോശത്തിലാണ്? അരുണ രക്താണുക്കളിലാണ്. ഓക്സിജൻ ആഗിരണം ചെയ്യുന്ന രക്തത്തിലെ ഘടകമാണ് ഹീമോഗ്ലോബിൻ അല്ലെ കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. ഹീമോഗ്ലോബിനില് അടങ്ങിയിരിക്കുന്ന ധാതു ചോദിച്ചു കഴിഞ്ഞാൽ ഇരുമ്പ്. ഹീമോഗ്ലോബിനിലെ ഓക്സിജൻ സംവഹന ഘടകം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതാ പറയാ? ഇരുമ്പ് അല്ലെ. ഹീമോഗ്ലോബിന്റെ അളവ് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഹീമോഗ്ലോബിന്റെ അളവ് കണ്ടെത്താൻ ഉപയോഗിക്കുന്നത് ഏത് ഉപകരണമാണ്? ഹീമോഗ്ലോബിനോമീറ്റർ. എന്താണ്? ഹീമോഗ്ലോബിനോമീറ്റർ. രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗത്തിനെ നമ്മൾ വിളർച്ച, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? അനീമിയ എന്നൊക്കെ പറയാം. എത്രയാണ് രക്തത്തിലെ, മനുഷ്യ ശരീരത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ്? 12 to 16, 12 മുതൽ 16 വരെ മില്ലിഗ്രാം പെർ 100 ml. SCRT പുസ്തകത്തില് അത്രയാണ് പറയണത് കേട്ടോ. പുരുഷന്മാരിലെ ശരാശരി 15 ml, സ്ത്രീകളിൽ ശരാശരി 13 ആണ് പറയുന്നത്. 15 പുരുഷന്മാർക്ക് 12 തൊട്ട് 16 വരെ പറയുന്നുണ്ടല്ലോ ശരിക്കും. അതിൽ പുരുഷന്മാർക്ക് 15, സ്ത്രീകൾക്ക് 13 പറയണം കേട്ടോ. ഇനി അടുത്ത ചോദ്യം എന്താണ്? ലോകത്ത് ആദ്യമായിട്ട് വാക്സിൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? എഡ്വേർഡ് ജെന്നർ. ലോകത്ത് ആദ്യമായി വാക്സിൻ കണ്ടെത്തിയത് ആരാണ്? എഡ്വേർഡ് ജെന്നർ ആണ് അല്ലെ. എഡ്വേർഡ് ജെന്നർ ആണ്. 18ാം നൂറ്റാണ്ടില് ഗോവസൂരി വന്നവർക്ക് വസൂരി വരില്ലെന്ന് മനസ്സിലാക്കിയ ഇംഗ്ലീഷ് ഡോക്ടർ ആണ് എഡ്വേർഡ് ജെന്നർ അല്ലെ. ഒരു കുട്ടിയിൽ ഗോവസൂരി രോഗാണുക്കൾ അടങ്ങിയ സ്രവം കുത്തിവെച്ച് അദ്ദേഹം ആ ആശയം വിജയകരമായിട്ട് പരീക്ഷിച്ചു കേട്ടോ. എന്താ പറയാ, വാക്സിൻ എന്ന പേര് വന്നത് തന്നെ പശു എന്നർത്ഥം വരുന്ന വാക്ക എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ്. അങ്ങനെ വാക്സിനേഷന്റെ പിതാവ് എന്ന് ആർക്ക് പേര് വന്നു? എഡ്വേർഡ് ജെന്നറിന് പേര് വന്നു. ഇനി അടുത്തത് പാസ്ചറൈസേഷൻ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ആര്? ലൂയി പാസ്ചർ അല്ലെ. പാസ്ചറൈസേഷൻ ആണ് ലൂയി പാസ്ചർ. ഇനി അടുത്തത് കോശം കണ്ടെത്തിയ ആളാണ് ആര്? റോബർട്ട് ഹുക്ക്. കോശം കണ്ടെത്തിയത് റോബർട്ട് ഹുക്ക്. പെൻസിലിൻ കണ്ടെത്തിയ ആളാണ് ആര്? അലക്സാണ്ടർ ഫ്ലെമിംഗ്. അപ്പൊ അത് 4 ഓപ്ഷൻ നമ്മൾ മനസ്സിലാക്കി. പെൻസിലിൻ കണ്ടെത്തിയത് എന്നാണെന്നും ചോദിച്ചിട്ടുണ്ട്. 1928 കേട്ടോ. ഇനി അടുത്ത ചോദ്യം എന്താ? രക്തസമ്മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ഏതാന്ന്? ഏതാത്? സ്പിഗ്മോ മാനോമീറ്റർ ആണ്. ഹൃദയം സങ്കോചിക്കുമ്പോൾ ധമനികളിൽ അനുഭവപ്പെടുന്ന മർദ്ദത്തെ സിസ്റ്റളിക് പ്രഷർ, ഇന്നലെ പഠിച്ചില്ലേ? ഹൃദയം വിശ്രമിക്കുമ്പോൾ ധമനികളിൽ അനുഭവപ്പെടുന്ന കുറഞ്ഞ മർദ്ദത്തെ ഡയസ്റ്റളിക് പ്രഷർ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നു. രക്തസമ്മർദ്ദം അളക്കാൻ സ്പിഗ്മോ മാനോമീറ്റർ ആണെങ്കിൽ അല്ലെ, എന്താ പറയാ, ശരീരത്തിന്റെ അകത്തെ ശബ്ദ വ്യതിയാനങ്ങൾ തിരിച്ചറിയാൻ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? സ്റ്റെതസ്കോപ്പ് ഉപയോഗിക്കുന്നു. ശരീര ഉഷ്മാവ് അളക്കാൻ ഏത് ഉപയോഗിക്കുന്നു? തെർമോമീറ്റർ ഉപയോഗിക്കുന്നു. ഹൃദയപേശികളെ സങ്കോചിപ്പിക്കുന്ന ഇലക്ട്രോൺ വഴി വൈദ്യുത ആവേഗം നൽകി ഹൃദയമിടിപ്പ് നിയന്ത്രിക്കുന്ന സംവിധാനമാണ് ഏത്? പേസ് മേക്കർ എന്ന് പറയുന്നത്. ഈ സിസ്റ്റോളിക്കിലും അതുപോലെ തന്നെ സിസ്റ്റോളിയും ഡയസ്റ്റോളിയും ഒക്കെ ഉണ്ട് അല്ലെ. അങ്ങനെ ചെയ്യുന്ന പമ്പ് ചെയ്യുന്ന രക്തത്തിന്റെ അളവ് 70 ml ആണ്. 70 ml. മനുഷ്യന്റെ സാധാരണ രക്തസമ്മർദ്ദം 120/80 mm per Hg ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 120/80 എത്രയാണ്? 120/80 mmHg ആണ് എന്ന് ഓർത്തു വയ്ക്കാം. ചോദിച്ചിട്ടുള്ളതാ. 73ാമത്തെ ചോദ്യം ഏതാണ്? രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണം അല്ലെ. അതാണ് നമ്മൾ പറഞ്ഞത് സ്പിഗ്മോ മാനോമീറ്റർ ആണെന്ന്. 73 താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തെരഞ്ഞെടുത്ത് എഴുതുക. ശരിയായ പ്രസ്താവന ഇൻസുലിൻ കൂടുന്ന അവസ്ഥയാണ് പ്രമേഹത്തിന് കാരണം. താഴെ പറയുന്ന ശരിയായ പ്രസ്താവന തെരഞ്ഞെടുത്ത് എഴുതുക എന്നാണ് പറയുന്നത്.
അപ്പൊ അതല്ല. രണ്ടാമത്തേത് മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടി രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥ പക്ഷാഘാതം, ശരിയാണ്. അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്നതാണ് ഏത്? ക്യാൻസർ. ശരി. അപ്പോ 2ഉം 3ഉം ശരിയാണ് കേട്ടോ. 2ഉം 3ഉം ശരിയാണ്. ക്ലിയർ ആയില്ലേ? അപ്പോ എന്താണ് 2, 3 തുടങ്ങിയവ ക്ലിയർ ആയിട്ടുള്ള ആൻസർ ആണെന്ന് മനസ്സിലാക്കാം. ഇനി ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിൽ ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥയെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പൊണ്ണത്തടി എന്ന് വിളിക്കുന്നത്. പൊണ്ണത്തടി കാരണം ഉണ്ടായേക്കാവുന്ന ജീവിതശൈലി രോഗത്തിൽ പെടുന്നതാണ് ടൈപ്പ് 2 പ്രമേഹവും അതുപോലെ തന്നെ പക്ഷാഘാതവും ഫാറ്റി ലിവറും അർബുദവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. പൊണ്ണത്തടി കാരണം നാഡീവ്യവസ്ഥയ്ക്ക് ഉണ്ടായേക്കാവുന്ന രോഗമാണ് സ്ട്രോക്കും അതുപോലെ തന്നെ മൈഗ്രെയിനും എന്ന് പറയുന്നത് കേട്ടോ. ഇനി 74, എംഫിസിമ രോഗം ബാധിക്കുന്ന അവയവം ഏതാണ്? എംഫിസിമ ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്. അടുത്തത് 75, കേരളത്തില് സർക്കാർ തലത്തിൽ നടപ്പാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതിയുടെ പേര് ഏതാണ്? മൃതസഞ്ജീവനി എന്നാണ്. എന്താണ്? മൃതസഞ്ജീവനി എന്നാണ് ആ പദ്ധതിയുടെ പേര്. ഓട്ടിസം ബാധിതരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് സ്പെക്ട്രം. ഭിന്നശേഷിക്കാർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്നതിനായി സാമൂഹിക നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് പരിരക്ഷാ പദ്ധതി എന്ന് പറയുന്നത്. ജീവനം പദ്ധതി ഇതിനു മുമ്പ് ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോ എന്താ പറയാ കേരളത്തിൽ മരണാനന്തര മൃതസഞ്ജീവനി അല്ലെ. ഇനി അടുത്തത് ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേര് എന്താണ്? അമൃതം ആരോഗ്യം. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാൻ ആരംഭിച്ചതാണ് അമൃതം ആരോഗ്യം. അപ്പൊ എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടി സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണ് ആയുർദളം എന്ന് പറയുന്നത്. അതുപോലെ കേരള സർക്കാർ ആരംഭിച്ച പകർച്ചവ്യാധികൾക്കെതിരെയുള്ള 1 വർഷം നീണ്ടു നിൽക്കുന്ന ജാഗ്രതാ യജ്ഞത്തെയാണ് നമ്മൾ ആരോഗ്യ ജാഗ്രത എന്ന് വിളിക്കുന്നത്. അപ്പോ ആശ്വാസകിരണം നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിലുള്ള സയൻസ് മേഖലയിലുള്ള ക്വസ്റ്റ്യൻസ്. ഇതിന്റെ GK പോർഷൻസ് ടീച്ചർ അടുത്ത ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യും. അതുപോലെ തന്നെ പിന്നത്തെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ തന്നെ ഹോട്ട് ടോപ്പിക്സ് പല കുട്ടികളും മെസ്സേജ് ഇട്ട് ചോദിക്കുന്നുണ്ട്. ഹോട്ട് ടോപ്പിക്സിന്റെ കാര്യം ഹോട്ട് ടോപ്പിക്സ് അടുത്ത ദിവസം തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ടീച്ചർ ക്ലാസ് ഇഷ്ടപ്പെട്ടു ഒന്ന് ലൈക്ക്, ഇഷ്ടപ്പെട്ട ക്ലാസ്സിലേക്ക് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യും. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും കേട്ടോ.